ധർമ്മത്തെ അധർമ്മമെന്നും അനീതിയെ അനീതിയെന്നും അന്യായത്തെ അന്യായമെന്നും ആര് ചെയ്താലും മുഖം നോക്കാതെ പറയുന്ന ഒരു ക്രിസ്ത്യൻ ടൈപ്പ് ഓൺലൈൻ ചാനലാണ് ജൂഡ് മിഷൻ. വളരെ ഗംഭീരമായിട്ട് അതിൽ പാസ്റ്റർ ഷിബു പീഡിയാക്കൽ ഒരു 4 മിനിറ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഈ ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന സ്ത്രീ പ്രവേശനം അത് ശബരിമലയെ തകർക്കാനുള്ള ഒരു ഇൻ്റർനാഷണൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇവിടെ സ്ത്രീ സമത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം വേണ്ടത് കോർപ്പറേറ്റ് വേൾഡിലാണ്. ഈ സ്ത്രീ സമത്വം എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഇടയിലൊന്നും നടപ്പാക്കാൻ ഇവർക്ക് പറ്റില്ല. അതിൻ്റെ 300 വർഷത്തോളം മുസ്ലിങ്ങൾ ഇവിടെ ഭരിച്ചു, 200 വർഷത്തോളം ക്രിസ്ത്യാനികൾ ഇവിടെ ഭരിച്ചു, ഹിന്ദുക്കൾ ഇവിടെ ഭരിച്ചിട്ടേ ഇല്ല. ഷിബു പീഡിയാക്കൽ എന്ന പാസ്റ്ററിൻ്റെ അഭിപ്രായമാണ്. ഇത്ര ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്നുകൊണ്ട് ഈ ഷിബു പീഡിയാക്കൽ എന്ന് പറയുന്ന വ്യക്തി ഈ ജൂഡ് മിഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1000-ലധികം ക്ഷേത്രങ്ങൾ, ശബരിമല ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ സ്ത്രീകൾക്ക് പോകണമെന്നില്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം തന്നെ അതിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ എന്തിനാ ഹനിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്? ഇതൊരു ഇൻ്റർനാഷണൽ ഗൂഢാലോചനയാണ്. അത് ധാരാളം പേര് ചെയ്യുന്നുണ്ട്. യുക്തിവാദികളോ നിരീശ്വരവാദികളോ എന്ന പേരിൽ ഇതിൻ്റെ അന്തർദേശീയ തലത്തിൽ ഇതിൻ്റെ ഇരകളാകുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ഭാരതത്തിൽ 100 ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. ഇവർക്ക് ആർക്കും തന്നെ മുസ്ലിം രാജ്യത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ സ്ത്രീ സമത്വമോ മറ്റോ ഒന്നും തന്നെ പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള യാതൊരു താല്പര്യവും ഇല്ല, ധൈര്യവുമില്ല. ഹിന്ദുക്കളെ നശിപ്പിക്കുക, ഹൈന്ദവ അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുക എന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ശബരിമല തകർക്കുക. അതൊരു വനക്ഷേത്രമാണ്. ആർക്കും ഉപകാരമില്ല, ആർക്കും ഉപദ്രവമില്ലാതെ എല്ലാവർക്കും ഉപകാരം ചെയ്തുകൊണ്ട് അതിൽ വിശ്വാസമുള്ളവർ ഇത്രയും അധികം കഠിനമായ വ്രതം അനുഷ്ഠിച്ച് അവിടെ പോകുന്നവർക്ക് പോയാൽ പോരെ? എന്തിനാ മറ്റുള്ളവർ അവിടേക്ക് പോകുന്നത്? അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകാൻ കേരളത്തിൽ ഒരു തടസ്സവും ഇല്ല. എന്ത് ഗംഭീരമായിട്ടാണ് ഒരു പാസ്റ്റർ ഹൃദയം തുറന്ന് അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അമേരിക്കയിൽ ഒരു 150, 200, 300 വർഷം പഴക്കമുള്ള കുരിശുകളൊക്കെ മാറ്റുക. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. എന്നിട്ട് പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കുരിശ് തകർക്കുക. അവിടുത്തെ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കാനുള്ള നല്ല മൂല്യാധിഷ്ഠിത ജീവിത ശൈലി മാറ്റുക. ഇത് അവിടെയുള്ള ക്രിസ്ത്യാനികൾ പ്രതികരിച്ചിട്ടും നടക്കാതെ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ കുറേ ക്രിസ്ത്യാനികളെയും ഭാരതത്തിലെ ഹിന്ദുക്കളെയും അങ്ങ് തകർക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതാണ് എന്ന വസ്തുതാപരമായിട്ട് ഈ പാസ്റ്റർ ഷിബു പീഡിയാക്കൽ പറഞ്ഞിരിക്കുന്ന വരി ഒന്ന് നിങ്ങൾ കേൾക്കണം. ഞാനത് അതേപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അതിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് മാത്രം. എനിക്ക് ഉറപ്പുണ്ട് ഇത് കണ്ടവർ ഈ ജൂഡ് മിഷൻ്റെ ഈ ഒരെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ചുവട്ടിൽ കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷിബു പീഡിയാക്കൽ, പാസ്റ്റർ ഷിബു പീഡിയാക്കലിന് ഈ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആ വ്യക്തിത്വത്തിന്, അദ്ദേഹത്തിൻ്റെ മുഖത്തും അത് കാണാം, സത്യം, ധർമ്മം, നീതി, ന്യായം. ആ വ്യക്തിത്വത്തിനും ജൂഡ് മിഷനും നിറഞ്ഞ ഹൃദയത്തോടു കൂടി അദ്ദേഹം പണ്ട് പറയാറുണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ നമ്മൾ ഇടപെടണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആവശ്യമുള്ള വരികൾ ഹൃദയം തുറന്ന് നല്ല ചോദ്യത്തിന് ഒരു തപ്പും തടവലുമില്ലാതെ നേരിട്ട് അദ്ദേഹം വിവരിച്ചു. അദ്ദേഹത്തിനും ജൂഡ് മിഷനും പ്രണാമം.